ഇ.പിക്ക് വേണമെങ്കിൽ അന്ന് ചെയ്യാവുന്ന ഈ പൂഴിക്കടകൻ എന്ന് പറയുമല്ലോ, ഒരു പൂഴിക്കടകൻ അടി ഇ.പി എന്ന് അടിച്ചിരുന്നെങ്കിൽ കേരള രാഷ്ട്രീയം ഭീകരമായിട്ട് ഒന്നുകൂടെ ചുഴലിക്കാറ്റ് പോലെ അടിച്ചേനെ. ഇ.പി ശോഭാ സുരേന്ദ്രൻ്റെ വെളിപ്പെടുത്തൽ വരുമ്പോൾ ഇ.പി പറയുക, ഞാൻ ഡൽഹിയിൽ വെച്ച് ശോഭാ സുരേന്ദ്രനെ കണ്ടിരുന്നു, അതെനിക്ക് ബി.ജെ.പിയിൽ ചേരാനല്ല, ശോഭാ സുരേന്ദ്രന് CPM-ൽ ചേരാനാണ്. കാരണം ഇതിനൊന്നും ആർക്കും റെക്കോർഡില്ലല്ലോ. ശോഭ പറയുന്നു അദ്ദേഹം ഇങ്ങോട്ട് വരാനാണ്. ഒന്നുമല്ല, അവരിങ്ങോട്ട് വരാനുള്ള ചർച്ചയ്ക്കാണ് ഞങ്ങൾ കൂടിയതെന്ന് പറഞ്ഞാണല്ലോ. അട്ടർ കൺഫ്യൂഷനായിട്ട് ഇത് തെറിച്ചു പോയത്. പാവം ഈ മറ്റേ പണ്ട് വിദ്യാഭ്യാസ മന്ത്രി ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നു, ഭയങ്കര തടിയാ പുള്ളിക്ക്. നിയമസഭയിൽ അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് സീതി ഹാജി പറഞ്ഞു, ചന്ദ്രശേഖരൻ ജനിക്കുന്നതിന് മുമ്പ് ദൈവം ചന്ദ്രശേഖരനോട് ചോദിച്ചു, ചന്ദ്രശേഖര ബുദ്ധി വേണോ തടി വേണോ? ചന്ദ്രശേഖരൻ പറഞ്ഞു, തടി മതി. അതാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന പോലെ ഇ.പി ജയരാജന് ഒരു പക്ഷേ തടി മതി എന്ന് ദൈവത്തോട് പറഞ്ഞു കാണും. ഇത്തരം ബുദ്ധികളൊന്നും അദ്ദേഹത്തിന് പോയില്ല, അഥവാ കൂടെയുള്ളവർ ഉപദേശിച്ചില്ല. അത് ചെയ്തു കഴിഞ്ഞാൽ യു കനോട്ട് എസ്റ്റാബ്ലിഷ് എനിത്തിങ്. രണ്ട് പാർട്ടികൾക്കും ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ തമ്മിൽ കണ്ടു എന്നുള്ളതല്ലാതെ എന്ത് സംസാരിച്ചു എന്ന് എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യും? അടച്ചിട്ട മുറിയിൽ പറഞ്ഞു ഞാൻ പറയുന്നു ഞാനിങ്ങനെയാണ് പറഞ്ഞത്, വായിത്ത് പറയുന്നു ഞാനിങ്ങനെയാണ് പറഞ്ഞത്, അദ്ദേഹം ഇങ്ങോട്ട് വരാൻ തയ്യാറായിരുന്നു, ഇല്ലില്ല അങ്ങനെ ഇങ്ങോട്ട് വരാനാണ് തയ്യാറ്, ഇത് പറഞ്ഞ് അതങ്ങ് അവസാനിക്കും. മൊത്തം കൺഫ്യൂഷനിലാകും. BJPയും കൺഫ്യൂഷനാകും. ഇനി ഈ ആശാട്ടി അങ്ങോട്ട് ചാടാനാണ് പോയതെങ്കിലോ എന്നൊരു സംശയം. CPM-നും കുറേ പേർക്ക് സംശയം, ശോഭാ സുരേന്ദ്രൻ ഇങ്ങോട്ട് വരാനൊരു സാധ്യതയുണ്ട്, ഇങ്ങനെ ഇട്ടിത് കലക്കാം. സോ ദാറ്റ് ഈസ് ഹൗ പൊളിറ്റിക്സ് ഈസ് ബീയിങ് പ്ലേഡ്. അത്രയ്ക്കൊരു റേഞ്ച് ഈ തടിമതി എന്ന് പറയുമ്പോൾ ജയരാജന് ഓർത്ത് കാണില്ല ഇതൊക്കെ ആവശ്യം വരും എന്നുള്ളത്. ഞാൻ അദ്ദേഹത്തെ പരിഹസിച്ച് പറയുകയല്ല, പണ്ട് സീതി ഹാജി നടത്തിയ ഒരു കമൻ്റ് ഓർമ്മയിൽ വന്നപ്പോൾ അതുമായിട്ട് കൂട്ടിക്കെട്ടി പറഞ്ഞതേ ഉള്ളൂ. അതർവൈസ് ഞാൻ ഇ.പി ജയരാജനെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. എനിക്ക് അദ്ദേഹത്തോട് യാതൊരു വിരോധവുമില്ല. അദ്ദേഹത്തിന് എന്നോട് വിരോധം തോന്നാനും മാത്രമുള്ള വലിപ്പവും എനിക്കില്ല. അതുകൊണ്ട് ഞാൻ മോശപ്പെടുത്തി സംസാരിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ ആളുകൾക്ക് തോന്നരുത്. സീതി ഹാജിയുടെ കമൻ്റ് ഓർമ്മ വന്നപ്പോൾ ഇതൊന്ന് കൂട്ടിക്കെട്ടി എന്ന് മാത്രമേ ഉള്ളൂ. മൊത്തത്തിൽ രാഷ്ട്രീയത്തിൻ്റെ പോക്ക് ഇ.പിക്ക് അറിയാമെങ്കിലും എപ്പോൾ എവിടെ ഏത് ചുവട് വയ്ക്കണം എന്നുള്ളതിൽ ഇ.പിക്ക് പിഴച്ചു. ഇ.പിയുടെ കൂടെ വിശ്വസ്തന്മാരായി നിന്നവർക്ക് ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെയുമായി. അതിൻ്റെ ഫലമായിട്ടാണ് ഇ.പി പുറത്തേക്ക് എന്ന് ഞാൻ പറയില്ല, കാരണം ഇപ്പോഴും നോക്കൂ LDF കൺവീനർ സ്ഥാനം മാത്രമേ പോയിട്ടുള്ളൂ. സെൻട്രൽ കമ്മിറ്റിയിൽ മെമ്പറാണ്, നിസ്സാര കാര്യമില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത് സെൻട്രൽ കമ്മിറ്റിയാണ്. പോളിറ്റ് ബ്യൂറോ അതിന് മുകളിലാണെന്ന് പലരും ധരിക്കുന്നു, പക്ഷേ പോളിറ്റ് ബ്യൂറോയുടെ തീരുമാനം റാറ്റിഫൈ ചെയ്യേണ്ടത് സെൻട്രൽ കമ്മിറ്റിയാണ്. ഈ അവസ്ഥയിൽ സെൻട്രൽ കമ്മിറ്റിയിലെ മെമ്പറാകുക എന്ന് പറയുന്നത് നിസ്സാര സംഗതിയല്ല. ആ സ്ഥാനം ഇപ്പോഴും ഇ.പിയുടെ കയ്യിലുണ്ട്. ഇ.പി അങ്ങനെ വെട്ടിച്ചെറുതാക്കിയോ വെട്ടി നിരത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരല്പം ചാഞ്ഞു നിന്ന ഒരു കമ്പൊന്ന് വെട്ടി എന്നേ ഉള്ളൂ.